കായ നിറയെ കായോട് കൂടിയുള്ള റംബുട്ടാൻ നല്ല പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. പറിക്കുന്ന ഒന്ന് ഞെട്ടിലേക്ക് കാണിക്ക്. ഇതാ മോനെ ഒന്ന് കഴിക്ക്. എങ്ങനെയുണ്ട് സാധനം? എൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്കി. നല്ല ചുമന്ന കളർ കേട്ടോ. എങ്ങനെയുണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. 45 രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങി 1000, 1500, 2000, 2500, 5000 വരെയുള്ള വലിയ ഡ്രമ്മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള കായ് ഇന്നോ നാളെ പറിച്ച് തിന്നാൻ കഴിയുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വിയറ്റ്നാം മൂസമ്പി നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തി പ്ലാന്റ്. നോക്കേ എത്ര കണ്ട് കായുന്നുണ്ടോ, കണ്ടോ നിറഞ്ഞു നിൽക്കുന്ന അമ്പഴങ്ങ. ഒരെണ്ണം പറിക്കുകയാണ്. ഒത്തിരി ഉണ്ട്. ഞാൻ 10ഓളം നേഴ്സറി പോയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും ഉണ്ട്. എന്റെ സൈറ്റിൽ വെക്കാൻ വേണ്ടി എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട്. ചേട്ടത്തെ ജോബ്? ഞാൻ കോൺട്രാക്ടറാണ്. അപ്പൊ സൈറ്റിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്നുള്ളത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ കൊല്ലം കടയ്ക്കൽ സബിലാണ്. കൊല്ലം കടയ്ക്കൽ സബ് പറഞ്ഞത് കടയ്ക്കൽ ചിതർ റോഡിൽ പാങ്ങിൽക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാ കണ്ടില്ലേ, നിറയെ കായോടുകൂടി എവിടെ തിരിഞ്ഞാലും കായാണ്. ഇതാ കണ്ടോ, ഡ്രമ്മിലും ഒരുപാട് കായ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാണുന്ന വിയറ്റ്നാം മൂസമ്പിയാണ്. വിയറ്റ്നാം മൂസമ്പി നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തി പ്ലാന്റ്. നോക്കേ എത്ര കണ്ട് കായുന്നുണ്ടോ, നല്ല ഗ്രോത്തുള്ള. ഇതാ ഏറ്റവും അടിയിൽ നിന്ന് ഈ കാണുന്ന എത്ര വലുപ്പമുണ്ടെന്ന് അറിയാമോ, കയ്യിൽ നിറഞ്ഞു നിൽക്കും. ഇത് പറിക്കുകയാണ് കേട്ടോ. ഇതാ ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഇതൊന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. നല്ല മൂപ്പ് കൂടിയെന്ന് തോന്നുന്നുണ്ട്. എന്നാ കഴി. എങ്ങനെയുണ്ട് സാധനം? നല്ല മധുരമുള്ള നല്ല സാധനമാണ്. ഇഷ്ടപ്പെട്ടു? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയാണ് ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് സാധനങ്ങൾ എടുക്കാനായിട്ട്. ഞാൻ ഇവരുടെ ഒരു ഓഫറിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് സാധനം എടുക്കാനായിട്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഈ കടയ്ക്കൽ ഈ ഒരു ബ്രാഞ്ചില് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? സെറ്റിംഗ്സ് നമ്മൾ ഇതിനകത്ത് കയറുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവരുടെ ഈ ഒരു ഇതിന്റെ സെറ്റിങ്സും ഇതെല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ എടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു ഫ്രൂട്ട്സിന്റെ ഒരു ഇതായിട്ട് കളക്ഷനായിട്ട് കുറെ എടുക്കാനായിട്ടല്ലേ, വീട്ടിലേക്ക് വെക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത അമ്പഴങ്ങ. അതാ കണ്ടോ നിറഞ്ഞു നിൽക്കുന്ന അമ്പഴങ്ങ. ഒരെണ്ണം പറിക്കുകയാണ്. ഇതാ ഒന്ന് കട്ട് ചെയ്യാണ്. ഇച്ചിരി പാടാണ് കേട്ടോ അമ്പഴങ്ങ. ഇതിപ്പോ ഏതിനോ ഭായി? ഇത് ഏതിനോ? ഇത് അമ്പഴങ്ങ നമ്മുടെ സ്വീറ്റ് അമ്പഴങ്ങ. സ്വീറ്റ് ആണോ? ഇതിപ്പോ ഏകദേശം ഈ ഒരു ടൈപ്പ് സാധനത്തിന് എത്ര രൂപ റേഞ്ച് വരും നമുക്ക്? ഇത് ചെറിയ പ്ലാന്റുകളെ നമ്മളതിലുള്ളൂ. വലിയ പ്ലാന്റുകളൊക്കെ നമ്മളതിൽ അവൈലബിൾ കുറവാണ്. ചെറുതിന് എത്ര ആവും? അതെ, ചെറുതിനൊക്കെ നമുക്ക് 350-450 റുപ്യൻ്റെ ചെറുതൊക്കെ കിട്ടും. ഒറിജിനൽ സ്വീറ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാനും ചെറുക്കനും ഫ്രൂട്ട്സ് തിന്നൊരു പരുവോ അല്ലടാ. അപ്പോൾ അടുത്ത ലൂവിയാണ്. ഇതാ നല്ല ഇഷ്ടം പോലെ പിടിച്ചെടുപ്പുണ്ട്. ഒന്ന് ലൂവി ഒന്ന് അകത്ത് കട്ട് ചെയ്ത് കാണിക്കട്ടെ. ഇത് എവിടുത്തെ ഏത് ലൂവിയാണത്? ഇത് സീറ്റ് ലൂവിയാ. സീറ്റ് ലൂവിയാണ്. അതെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിരിക്കും കിട്ടാം. കട്ട് ചെയ്ത് സ്റ്റാർ പോലെ ഇരിക്കും. നല്ല മധുരം. പുളിലൂവിയാണ്. പുളിലൂവി നിങ്ങളെ എന്താണ് ലെവലോലിക്ക എന്നൊക്കെ ചിലവരൊക്കെ പറയാറുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ഐറ്റാണ്. നല്ല നിറയെ കായ പിടിച്ചു വരണതേ ഉള്ളൂ. അതെ, നാടനായിട്ടാണ്. ഇതെന്താ നിറയെ കായ പിടിച്ച് വരണതേ ഉള്ളൂ. ഇതിപ്പോ എന്ത് പ്രായം ഉണ്ടാവും? ഇതൊക്കെ ഇപ്പോൾ 3 കൊല്ലം 3.5 കൊല്ലമൊക്കെ പ്രായമുണ്ട്. അത്യാവശ്യം പ്രായമുള്ള ചെറിയ തൈകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 50 രൂപ 100 രൂപയ്ക്ക് തന്നെ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇതാ നിറയെ കായാണ്. അപ്പൊ നിങ്ങൾ കായ് കാണൂല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇല നിറഞ്ഞിടക്കണാണ്. ഇതാ കായകളുണ്ടോ? ഇതാ നിറയെ കായകള്. ഇതാ ഇങ്ങനെ പറിക്കാതെ മനുഷ്യ അത് നിക്കട്ടെന്ന് വേണ്ടോ? നിറയെ കായ്കളാണ്, ഒരുപാട് കായ്കൾ. ഇതാ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതാ ഒന്ന് കഴിച്ചു നോക്കി. നിങ്ങൾ ആദ്യം ഒരെണ്ണം കഴിക്കുക.
മധുരമുണ്ട്. നല്ല പോരാ കഴിച്ചോ കഴിക്കും മോനെ, നീ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി. എങ്ങനെ ഉണ്ടാ? ഈ കാണുന്ന J33 ആണ്. J33 ചക്ക നിറയെ കാഴ്ച കിടക്കുന്ന ഒരു തെങ്ങാണിത്. ഒന്നും വളഞ്ഞിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊന്ന് കട്ട് ചെയ്യാമായിരുന്നു. അധികം വൈകാതെ നമുക്ക് J33 നമുക്ക് കട്ട് ചെയ്യാൻ ഉണ്ടാവും. ഇതിനിപ്പോൾ ഏകദേശം ഒരു 2-2.5 കൊല്ലം പ്രായം മുകളിലുണ്ട്. 2.5 കൊല്ലമല്ല, ചിലപ്പോൾ 3 കൊല്ലം പ്രായമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അപ്പോഴും ഏകദേശം ഒരു വർഷത്തിന് മുകളിലായ പ്ലാന്റുകളാണ് വാങ്ങി നട്ടിട്ടുള്ളത്. സാധാരണ J33 എത്ര നാളുണ്ടാ കായ്ക്കാറ്? ഏകദേശം ഒരു 3 കൊല്ലം എടുക്കാറുണ്ട് കായ്ക്കാനായിട്ട്. അതേ കൊല്ലം ഇത് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് വാങ്ങി വെച്ചപ്പോൾ തന്നെ 1 കൊല്ലം പ്രായമുള്ള തൈയാണല്ലേ. കായ നിറയെ കായോട് കൂടിയുള്ള റംബുട്ടാൻ എത്ര വേണം. ഓരോ കൊമ്പിലും ശിഖരത്തിലൊക്കെ നോക്കി അങ്ങ് മനസ്സിലാവും. നല്ല ഗ്രോത്തിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് എത്ര ഏജ് ഉള്ള? 1.5-2 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ ഇത് പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ പ്രായമായ തൈയാണ് കൊണ്ട് വെച്ച് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിനോട് തന്നെ ഇത്രയും നല്ല രീതിയിൽ കാഴ്ച നിൽക്കുകയാണ്. അതെ, നിറയെ കാഴ്ച. ചെറിയ തൈക്ക് എന്ത് വില വരും നമുക്ക്? ഇതിൻ്റെയൊക്കെ ചെറിയ തൈക്ക് നമുക്ക് 250 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം വിയറ്റ്നാം സൂപ്പർ ലിപ് പ്ലാവാണ്. വിയറ്റ്നാം സൂപ്പർ ലിപ് പ്ലാവ് ഡ്രമ്മിൽ ചക്കയോട് കൂടി നിൽക്കുന്ന ആണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് J33 നമുക്ക് മണ്ണിൽ വച്ചത് കായ്ച്ചത് നമ്മളുണ്ട്. ആ വീഡിയോയിലൊന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് കടപ്ലാവാണ്. കണ്ടോ, കടപ്ലാവ് നമ്മൾ മണ്ണിൽ വെച്ചതാണ്. നിറയെ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒന്നിലെ തന്നെ ഒരു ശിഖരത്തിൽ തന്നെ എത്ര ചക്കയെന്ന് കണ്ടാൽ മനസ്സിലാവും. ഒരു ശിഖരത്തിലല്ല, ഒന്ന് കാണിക്ക്. ഇതൊന്ന് ഇതാ ഇവിടെ വരി, ഇതാ ഇത് 2, ഇതാ ഇങ്ങോട്ട് വരി, ഇതാ ഇത് എല്ലാത്തിലും നിറയെ ചക്ക പിടിച്ചിരിക്കുന്ന. ഇതൊരു 3-4 കൊല്ലം പ്രായം എന്തായാലും ഉണ്ട്. കറക്റ്റ് പറയാൻ അറിയില്ല, എന്നാലൊരു 4-5 കൊല്ലത്തിനടുത്ത് പ്രായമുണ്ട്. ചെറിയ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ്. അതെ, ചെറിയ പ്ലാന്റുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇതൊക്കെ 250-300 രൂപ റേഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. എന്താ ഈ കാണുന്ന ബുഷ് ഓറഞ്ച് കണ്ടോ, നിറയെ കായ്ച്ചതാ. കണ്ടോ എത്രങ്ങാനും കായുന്നുണ്ടോ, കായ് ഇഷ്ടം പോലെ കായ. നോക്കി എന്റെ മനുഷ്യൻ ഇങ്ങനെ പിച്ചാതെ എനിക്ക് കണ്ടോ, കണ്ടമാനക്കായ. ഇങ്ങോട്ട് വാ ഇത് കാക്ക്. ഇതാ കോലയായിട്ട് കിടക്കണുണ്ട്. എത്ര കണ്ട് കായ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട്. ഇതൊക്കെ വെള്ളം അടിക്കാനായിട്ട് ഇത് മതി. ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെള്ളം അടിച്ച് രണ്ടാൾക്ക് കുടിക്കാം. ഇതിപ്പം ഏകദേശം എത്ര രൂപ വരും ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക്? ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾക്ക് നമുക്ക് ആകെ 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ചെറിയ തൈകൾക്ക് 100 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ റെഡ് നെല്ലി ഇവിടെ കായ്ക്കൂല എന്ന് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു. റെഡ് നെല്ലി ചെറിയ കായാണെങ്കിൽ പോലും ഇവിടെ കായ്ച്ചിരിക്കുന്നുണ്ടോ. ഇതിൽ 1-2-3 കായൊക്കെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരു നല്ല ഹെൽത്തി പ്ലാന്റാണ്, നല്ല ഗ്രോത്തുള്ള റെഡ് നെല്ലിയാണ്. ഇതുപോലെ തന്നെ എനിക്കൊരു 8-10 പ്ലാന്റുകൾ, കായ്ച്ച പ്ലാന്റുകൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പുറത്തുനിന്ന് വെച്ചാൽ മീൻസ് അങ്ങനെ പുറത്തുനിന്നല്ല, ഇവിടെ നിന്ന് തന്നെ ചെറിയ പ്ലാന്റുകൾ ഇവിടെ കായ്ച്ചതാണ്. നമ്മൾ മുതലമടയിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റമാണ്. നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ. ഒരു 10 കിട്ടിയപ്പോൾ എൻ്റെ സുഹൃത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ എടുത്താ. ഇതിൻ്റെ എന്ത് റേറ്റ് വരും നമുക്ക്? ഇതൊക്കെ ഒരു 1500 രൂപേൻ്റെ റേഞ്ചിന് ഉള്ള ഐറ്റംസുകളാണ്. ചെറുതൊക്കെ ആകെ 250-300 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ്. അതെ, ഈ കാണുന്ന 12-ാം വട്ട തെങ്ങാണ്. 12-ാം വട്ട തെങ്ങ് ഇതാ കായ്ച്ച് വരണതേ ഉള്ളൂ. ചൊട്ടാൾ 1-2 എണ്ണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ പറഞ്ഞ സീസണിൽ നമുക്ക് എന്തായാലും തേങ്ങ ഇതിൽ പ്രതീക്ഷിക്കാം. നമ്മൾ കരിക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം എന്ത് റേഞ്ച് വരും നമുക്ക് ഇതിൻ്റെ തൈകൾക്ക്? ഇതിൻ്റെയൊക്കെ തൈകൾക്ക് 200-250 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ചെറിയ തൈകൾ, വളരെ ചെറിയ തൈകളും. അപ്പോൾ ഈ കാണുന്ന ബേറാപ്പിളാണ്. ബേറാപ്പിളിൻ്റെ ഗ്രീൻ ബേറാപ്പിളാണ്. നിറയെ കായും പൂവും ഒക്കെ ആയിട്ട് നിറഞ്ഞ് നിൽപ്പുണ്ട്. കൂടുതലും ഫ്ലവറാണ് കേട്ടോ. കായ നമുക്ക് ഇതിലുണ്ടായിരുന്നു, കായൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ ഗ്രീന് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പം എന്ത് പ്രൈസ് വരും ഇതിന്? ഇതിനൊക്കെ നമുക്ക് ആകെ 250 രൂപ റേഞ്ചിനൊക്കെ ഉള്ള 200-250 രൂപ റേഞ്ചിനൊക്കെ തന്നെ ഇത്ര ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നാംഡോക്കോമൈ ഗോൾഡിൻ്റെ ആണ്. നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്വീറ്റ് ഓറഞ്ച് നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ. അതുപോലെ തന്നെ ഉമ്മർ ചാമ്പ. ഉമ്മർ ചാമ്പേൻ്റെ നല്ല ഇതാണ് ചാമ്പക്കായ കേട്ടോ. അതെ, ഈ കളർ വരും. അത് നല്ല ഗ്രോത്തുള്ള ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റുകൾ. അതുപോലെ തെങ്ങും തൈ
ഗംഗാപോണ്ട തെങ്ങും തൈയൊക്കെ ഇതാ നോക്ക്, നല്ല ഗ്രോഹത്തുള്ള ഒന്നാം തരം തെങ്ങും തൈ. ആ എങ്ങനെയുണ്ടോ നോക്കി തെങ്ങും തൈയൊക്കെ. ഒന്ന് വേറെ അടിയിൽ പോയിട്ടോ കുറച്ച്. ഇതാ നല്ല ഗ്രോഹത്തുള്ള തെങ്ങും തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ റെഡ് നെല്ലിക്കല്ലേ? ആ അതെ അതെ, ഇത് റെഡ് നെല്ലിയാണ്. ആ റെഡ് നെല്ലി നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 300 റുപ്യ 250 റുപ്യ റേഞ്ച് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് റെഡ് നെല്ലിയൊക്കെ. നമുക്കതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഇതാ സപ്പോട്ട, വലിയ 21 കവറിൽ നല്ല ഇതാ കായോട് കൂടിയുള്ള സപ്പോട്ട നമുക്കുണ്ട്. നിറയെ കായോട് കൂടിയുള്ള സപ്പോട്ടകൾ. സപ്പോർട്ടൊക്കെ എന്ത് റേഞ്ച് വരും നമുക്ക് സ്റ്റാർട്ടിങ് എന്ത് വരും? സപ്പോട്ടൊക്കെ നമുക്ക് 60 റുപ്യ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കാലാവസ്ഥ സപ്പോട്ട. ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് വന്നാലേ ഇനി ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതിന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തായ്ലൻഡ് ഓൾസും മാവക്ക ഇതാണല്ലേ, വലിയ വലിയ പ്ലാന്റുകളാണ് ഉള്ളത്. ചെറിയ പ്ലാന്റുകളിലൊക്കെ തന്നെ നല്ല ഫ്ലവർ പിടിച്ച ഐറ്റംസുകളാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക്. അതുപോലെ തന്നെ ഇത് സഡാവർ ചെറി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. കണ്ടോ, സഡാവർ ചെറി മാജിക് ഫ്രൂട്ടിന്റെ ഒക്കെ ഒരു ചെറിയ അതെ അതെ രൂപമുണ്ട്, സാദൃശ്യമുണ്ട്. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ 100 രൂപ 50 രൂപ മുതലൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ യുവകർഷ അഗ്രികൾച്ചർ ഫാമിൽ നമുക്ക് കസ്റ്റമർ കെയർ നമ്പറുണ്ട്. കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞാൽ 9544 500 500. ഒന്നുകൂടി പറഞ്ഞാൽ 9544 500 500 എന്ന നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വിശദമായിട്ട് തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവിടുന്ന് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണുന്നവരെ